എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ കഥകളിൽ നിന്ന് ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് അഥവാ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന നോവലിൻ്റെ അവസാന ഭാഗം. അതേപറ്റി വീണ്ടും ഒന്ന് ചോദിക്കണമെന്ന് ആലീസിന് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് അവൾ കോമാളി കടലാമയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, വേറെന്താ പഠിക്കാനുണ്ടായിരുന്നത്? ഞങ്ങൾക്ക് രഹസ്യം പഠിക്കാനുണ്ടായിരുന്നു. പുറന്തോടിൻ്റെ പാളികൾ എണ്ണി നോക്കി ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നവൻ കണക്കാക്കി. രഹസ്യം ആധുനികവും പുരാതനവും, കൂടാതെ കടൽ ശാസ്ത്രവും, പിന്നെ ഇഴഞ്ഞ് സംസാരിക്കാനും പഠിച്ചു. ഒരു വയസ്സൻ മന്നത്തിൻ്റെ മത്സ്യമായിരുന്നു ഇതിൻ്റെ അധ്യാപകൻ. ആഴ്ചയിലൊരിക്കൽ അയാൾ ക്ലാസ് എടുക്കാനെത്തും. ഇഴഞ്ഞ് സംസാരിക്കലും നീണ്ടു കിടക്കലും തല കറങ്ങി ചുരുണ്ടു കിടക്കലും അയാൾ പഠിപ്പിച്ചു. അതെങ്ങനെയാണ്? ആലീസ് ചോദിച്ചു. എനിക്കത് കാണിച്ചു തരാനൊന്നും പറ്റില്ല. എൻ്റെ ശരീരം അതിന് വഴങ്ങില്ല. ഗ്രിഫോണാണെങ്കിൽ അതൊട്ട് പഠിച്ചിട്ടുമില്ല, കടലാമ്മ പറഞ്ഞു. എനിക്കതിന് സമയം കിട്ടിയില്ല, ഗ്രിഫോൺ പറഞ്ഞു. ഞാനൊരു വയസ്സൻ ഞണ്ടിൻ്റെ അടുത്ത് ശാസ്ത്രീയ സംഗീതം പഠിക്കുകയായിരുന്നു. ഞാൻ അയാളുടെ അടുത്തേക്ക് പോയിട്ടില്ല, ഒരു നെടുവീർപ്പോടെ കടലാമ്മ പറഞ്ഞു. എല്ലാവരും പറയുന്നത് അയാൾ ചിരിക്കാനും കരയാനുമാണ് പഠിപ്പിച്ചതെന്നാണ്. അതെ അതെ, മറ്റൊരു നെടുവീർപ്പോടെ ഗ്രിഫോൺ സമ്മതിച്ചു. എന്നിട്ട് രണ്ടുപേരും കൈകൾ കൊണ്ട് മുഖം പൊത്തി. ഒരു ദിവസം എത്ര മണിക്കൂർ വീതം നിങ്ങൾ പഠിച്ചു? വിഷയം മാറ്റാനായി തിടുക്കത്തിൽ ആലീസ് ചോദിച്ചു. ആദ്യ ദിവസം 10 മണിക്കൂർ, കടലാമ്മ പറഞ്ഞു. അടുത്ത ദിവസം 9 മണിക്കൂർ. അങ്ങനെ തുടർന്നു. വിചിത്രമായ രീതി തന്നെ. ആലീസിന് ആശ്ചര്യം തോന്നി. അതുകൊണ്ടാണവർ അതിനെ പാഠങ്ങൾ എന്ന് പേരിട്ട് വിളിച്ചത്, ഗ്രിഫോൺ അഭിപ്രായപ്പെട്ടു. ദിനം പ്രതി മണിക്കൂറുകൾ കുറച്ചു കൊണ്ടുവരും. ആലീസിന് ഇതൊരു പുതുമയുള്ള ആശയമായി തോന്നി. ഒരു വട്ടം കൂടി ചിന്തിച്ചിട്ട് അവൾ ചോദിച്ചു, അപ്പോൾ 11ാം ദിവസം അവധിയായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും, കോമാളി കടലാമ്മ പറഞ്ഞു. അങ്ങനെയെങ്കിൽ 12ാമത്തെ ദിവസം നിങ്ങൾ എന്താണ് ചെയ്തത്? ആലീസിന് ആകാംക്ഷയായി. മതി മതി, പഠനത്തെപ്പറ്റി ഇത്രയും അറിഞ്ഞാൽ മതി, ഗ്രിഫോൺ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇനി നമുക്ക് കളികളെക്കുറിച്ച് സംസാരിക്കാം. കോമാളി കടലാമ നെടുതായൊരു നെടുവീർപ്പോടെ കൈ ഉയർത്തി കണ്ണിന് നേരെ പിടിച്ചു. എന്നിട്ട് ആലീസിനെ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ തേങ്ങലുകൾ കാരണം 1-2 നിമിഷം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. അവൻ്റെ തൊണ്ടയിൽ എല്ല് കുടുങ്ങിയതുപോലെയുണ്ട്, ഗ്രിഫോൺ പറഞ്ഞു. അവൻ കടലാമയെ പിടിച്ചു കുലുക്കി, പിന്നെ ഇടിച്ചു നോക്കി. ഒടുവിൽ കടലാമയ്ക്ക് ശബ്ദം തിരികെ കിട്ടി. കവിളുകളിലൂടെ മിഴിനീർ ഒഴുകിയിറങ്ങുന്നതിനിടയിൽ അവൻ പറഞ്ഞു, നീ കടലിനടിയിൽ അധിക സമയം ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, ആലീസ് പറഞ്ഞു. നീ കടൽ ഞണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടാകാനും വഴിയില്ല. ഒരിക്കൽ രുചിച്ചു നോക്കിയിട്ടുണ്ട്, ആലീസ് പറയാൻ തുടങ്ങി. എന്നാൽ ഉടനെ സ്വയം നിയന്ത്രിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ ഒരു കടൽ ഞണ്ടിൻ്റെ നൃത്തം എത്ര രസകരമാണെന്ന് നിനക്ക് അറിവുണ്ടാവില്ല. അതുമില്ല, ആലീസ് പറഞ്ഞു. അതെന്ത് നൃത്തമാണ്? ഗ്രിഫോൺ വിശദീകരിക്കാൻ തുടങ്ങി. ആദ്യം എല്ലാവരും കൂടി കടൽ തീരത്ത് ഒരു വരിയായി നിൽക്കുക. 2 വരിയായി, കടലാമ ഇടയ്ക്ക് കയറി പറഞ്ഞു. കടൽ നായ്ക്കൾ, ആമകൾ, സാൽമൺ മത്സ്യങ്ങൾ, അങ്ങനെ എല്ലാവരും. പക്ഷേ ജെല്ലി മീനുകളെയെല്ലാം ഒഴിവാക്കണം. അതിന് കുറച്ച് സമയമെടുക്കും, ഗ്രിഫോൺ ഇടയ്ക്ക് കയറി അഭിപ്രായപ്പെട്ടു. എല്ലാവരും മുന്നോട്ട് 2 അടി വയ്ക്കുക. ഓരോരുത്തർക്കും ഓരോ കടൽ ഞണ്ട് പങ്കാളിയായി, ഗ്രിഫോൺ വിളിച്ചു പറഞ്ഞു. തീർച്ചയായിട്ടും, കടലാമ്മ പറഞ്ഞു. 2 ചുവടുകൂടി മുന്നോട്ട് ഓരോ ജോഡികളായി പിരിയുക. ഇടയ്ക്കിടയ്ക്ക് ഇണയെ മാറ്റി വീണ്ടും പിരിയുക.
ഗ്രിഫോൺ തുടർന്നു. എന്നിട്ട്? കടലാമ തുടർന്നു. എടുത്തെറിയണം. കടൽ ഞണ്ടുകളെ? ഗ്രിഫോൺ ഉച്ചത്തിൽ പറഞ്ഞു. അതോടൊപ്പം വായുവിലേക്ക് ഒരു ചാട്ടവും അവൻ നടത്തി. എത്ര ദൂരം കടലിലേക്ക് എറിയാമോ അത്രയും. അവയ്ക്ക് പിന്നാലെ നീന്തുക. ഗ്രിഫോണിന് ആവേശം കയറി. കടലിലൊന്ന് മലക്കം മറിയുക. വല്ലാതെ ഒന്ന് പുളഞ്ഞുകൊണ്ട് കടലാമ്മ പറഞ്ഞു. വീണ്ടും തുണഞ്ഞണ്ടുകളെ മാറ്റുക. ഗ്രിഫോൺ ഒച്ച വെച്ചു. വീണ്ടും കരയിലേക്ക് വരിക. വീണ്ടും കരയിലേക്ക് വരിക. അങ്ങനെ ആദ്യവട്ടം കളി തീർന്നു. ശബ്ദം പെട്ടെന്ന് താഴ്ത്തിക്കൊണ്ട് കോമാളി കടലാമ്മ പറഞ്ഞു. അതുവരെ ഭ്രാന്ത് പിടിച്ചവരെ പോലെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന ആ രണ്ട് ജീവികളും അതിനുശേഷം ആലീസിനെ നോക്കി ശാന്തരായിരുന്നു. നല്ല രസമുള്ളതായിരിക്കണം ആ നൃത്തം, ആലീസ് പതുക്കെ പറഞ്ഞു. നിനക്കതല്പം കാണണമെന്നുണ്ടോ? കടലാമ ചോദിച്ചു. വേണം വേണം, എനിക്കൊന്ന് കാണണം, ആലീസ് പറഞ്ഞു. വരൂ, നമുക്ക് ആദ്യവട്ടം ഒന്ന് കളിക്കാം. അവൻ ഗ്രിഫോണിനെ വിളിച്ചു. കടൽഞ്ഞണ്ടുകളില്ലാതെ തന്നെ നമുക്ക് കളിക്കാം. ഏത് പാട്ടാ പാടേണ്ടത്? ഹോ, നീ പാടിക്കൊള്ളൂ, ഗ്രിഫോൺ പറഞ്ഞു. ഞാൻ അതിൻ്റെ വാക്കുകളൊക്കെ മറന്നുപോയി. അങ്ങനെ ആലീസിന് ചുറ്റും ഗൗരവഭാവത്തോടെ അവർ നൃത്തം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അടുത്തെത്തുമ്പോൾ അവളുടെ കാൽ വിരലുകളിൽ അവർ ചവിട്ടിക്കൊണ്ടിരുന്നു. മുൻകാലുകൾ വീശി അവർ സമയവും കണക്കാക്കിയിരുന്നു. നൃത്തത്തോടൊപ്പം തന്നെ ദുഃഖഭാവത്തിൽ സാവധാനം കോമാളി കടലാമ പാടിക്കൊണ്ടിരുന്നു. നന്ദി, നല്ല രസമുള്ള നൃത്തം തന്നെ. ഇതൊന്ന് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തോടെ ആലീസ് പറഞ്ഞു. കൂടാതെ ആ മത്തിയെ പറ്റിയുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമായി. ഓ, മത്തിയെ പറ്റി, കടലാമ്മ പറഞ്ഞു. നീ അവയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ആലീസ് പറഞ്ഞു. പലതവണ ഞാനവയെ ഭക്ഷി, അവൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. ഭക്ഷണമോ? അതെവിടെയാണെന്ന് എനിക്കറിയില്ല, കടലാമ്മ പറഞ്ഞു. പക്ഷേ നീ അവയെ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ അവ എങ്ങനെയായിരിക്കുമെന്ന് അറിയാമല്ലോ. അറിയാം, ആലീസ് ഒന്നാലോചിച്ചിട്ട് പറഞ്ഞു. അവയുടെ വാൽ വായ്ക്കകത്താണ്. പിന്നെ ശരീരം നിറയെ ഉച്ഛിഷ്ടവുമുണ്ട്. ഉച്ഛിഷ്ടത്തെപ്പറ്റി പറഞ്ഞത് തെറ്റി, കടലാമ്മ പറഞ്ഞു. കടലിലാകുമ്പോൾ ഇതൊക്കെ കഴുകിക്കളയില്ലേ. വായിൽ വാലുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. കാരണം അപ്പോഴേക്കും അവന് കോട്ടുവായ വന്നു. കണ്ണുകളടഞ്ഞു. ഗ്രിഫോൺ, നീ ഇതൊന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്ക്. അതിന് കാരണം, ഗ്രിഫോൺ പറഞ്ഞു, അവ ഞണ്ടുകൾക്കൊപ്പമാണ് നൃത്തം വയ്ക്കാൻ പോകുന്നത്. അവയെ കടലിലേക്ക് എടുത്തെറിയുമ്പോൾ വളരെ അകലെ ചെന്ന് വീഴും. ഈ സമയം അവ വാൽ വായ്ക്കകത്താക്കി മുറുകെ പിടിക്കും. പിന്നീട് ആർക്കും അത് തിരിച്ചെടുക്കാനാവില്ല. അത്ര തന്നെ. നന്ദി, രസമുള്ള കാര്യം തന്നെ. ഇതിനു മുമ്പ് മത്തികളെപ്പറ്റി ഇത്രയുമൊന്നും എനിക്കറിയില്ലായിരുന്നു, ആലീസ് പറഞ്ഞു. വേണമെങ്കിൽ ഇനിയും അവയെപ്പറ്റി ഞാൻ പറയാം, ഗ്രിഫോൺ വാചാലനായി. എന്തുകൊണ്ടാണ് ഇവയെ മത്തി എന്ന് വിളിക്കുന്നത് അറിയാമോ? അതേപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എന്താ കാരണം? കാരണം ബൂട്ട്സും ഷൂസും ശ്രദ്ധിച്ചാലറിയാം, ഗൗരവഭാവത്തിൽ ഗ്രിഫോൺ പറഞ്ഞു. ബൂട്ട്സും ഷൂസും ശ്രദ്ധിച്ചാലോ? ആലീസിന് ഒന്നും പിടികിട്ടിയില്ല. അതെ, നിന്റെ ഷൂസിൻ്റെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് തിളക്കം കൂട്ടാൻ കാരണമെന്താണ്? ആലീസ് കാലിൽ കിടക്കുന്ന ഷൂസ് നോക്കി. അല്പം ആലോചിച്ച ശേഷം അവൾ മറുപടി പറഞ്ഞു. അവ നന്നായി കറുപ്പിച്ചിട്ടുള്ളതുകൊണ്ട്. എന്നാൽ കടലിനടിയിൽ, ഗ്രിഫോൺ ശബ്ദം കനപ്പിച്ച് പറഞ്ഞു, ഷൂസ് വെളുപ്പിച്ചാണ് തിളക്കമുണ്ടാക്കുന്നത്. നിനക്ക് മനസ്സിലായോ? എന്തുപയോഗിച്ചാണ് അവ ഉണ്ടാക്കുന്നത്? തുകലും ആരാൽ മത്സ്യവും ഉപയോഗിച്ച്, അക്ഷമനായി ഗ്രിഫോൺ പറഞ്ഞു. ഇക്കാര്യം ഏത് ചെമ്മീനും നിനക്ക് പറഞ്ഞു തരുമായിരുന്നല്ലോ. ഞാനൊരു മത്തിയായിരുന്നെങ്കിൽ. അവൾ പാടിയ പാട്ടിലായിരുന്നു ആലീസിൻ്റെ മനസ്സപ്പോഴും. അതുകൊണ്ട് അവൾ പറഞ്ഞു, ആ കടൽ പന്നിയോട് ഞാൻ പറയുമായിരുന്നു, പിന്നിൽ പോ, നീ ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന്.
അവൾക്ക് അവനെ കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു, കടലാമ പറഞ്ഞു. ബുദ്ധിയുള്ളൊരു മത്സ്യവും കടലാമ കൂട്ടിനില്ലാതെ എങ്ങും പോകില്ല. സത്യമാണോ? ആലീസ് ആശ്ചര്യത്തോടെ ചോദിച്ചു. സത്യം തന്നെ. എൻ്റെ അടുത്ത് ഒരു മത്സ്യം വന്ന് അവനൊരു യാത്രയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ചോദിക്കും, ഏത് കടലാമയോടുകൂടി എന്ന്. ലക്ഷ്യമെന്നാണോ നീ അർത്ഥമാക്കുന്നത്? ആലീസ് ചോദിച്ചു. ഞാൻ പറയുന്നതെന്തോ അതുതന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നതും. ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ കടലാമ പറഞ്ഞു. അപ്പോൾ ഗ്രിഫോൺ പറഞ്ഞു, വരൂ, നിന്റെ സാഹസങ്ങളെപ്പറ്റി ഞങ്ങൾ കുറച്ച് കേൾക്കട്ടെ. ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളെ എനിക്ക് പറയാനാകൂ. ആലീസ് ഒന്ന് മടിച്ച് പറഞ്ഞു. ഇന്നലത്തെ കാര്യം പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം ഇന്നലെ ഞാനൊരു വ്യത്യസ്ത വ്യക്തിയായിരുന്നു. നീ എല്ലാം ഒന്ന് വിശദമായി പറയൂ, കടലാമ തിടുക്കം കൂട്ടി. വേണ്ട, ആദ്യം സാഹസങ്ങളെപ്പറ്റി. ഗ്രിഫോൺ അക്ഷമനായി. വിശദീകരണങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും. അങ്ങനെ ആദ്യമായി വെളുത്ത മുയലച്ചനെ കണ്ട കാര്യം മുതൽ ആലീസ് പറഞ്ഞു തുടങ്ങി. അല്പം ഭയത്തോടു കൂടിയാണ് അവൾ തുടങ്ങിയത്. എന്നാൽ ഗ്രിഫോണും കടലാമയും അവളോട് ചേർന്നിരുന്ന് വായും കണ്ണുകളും തുറന്ന് കഥ കേൾക്കുന്നത് കേട്ടപ്പോൾ അവളുടെ ഭയം ഒഴിഞ്ഞൊഴിഞ്ഞു പോയി. കേൾവിക്കാർ തികച്ചും നിശബ്ദരായിരുന്നു. ഒടുവിൽ ആ പുഴുവാശാന്റെ അടുത്തെത്തി. പ്രായമോയ ഒരപ്പച്ച എന്ന് തുടങ്ങുന്ന ഗാനം പാടി. വാക്കുകൾ തെറ്റിപ്പോയടുത്തെത്തിയപ്പോൾ കടലാമ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ വിചിത്രമായിരിക്കുന്നു. എത്ര വിചിത്രമോ അത്രയും വിചിത്രം, ഗ്രിഫോണും കൂടെ പറഞ്ഞു. ഇവൾ പാടിയപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണ്, കടലാമ ചിന്താധീനനായി പറഞ്ഞു. ഇവളെ ഒന്ന് പാടി കേൾപ്പിക്കണമെന്ന് എനിക്കിപ്പോൾ ഒരാഗ്രഹം. ഒന്ന് പാടാൻ പറയൂ. ആലീസിനെ അനുസരിപ്പിക്കാൻ ഗ്രിഫോണിനെ കഴിയൂ എന്ന് വിചാരിച്ച് കടലാമ അവനെ നോക്കി. എഴുന്നേറ്റ് നിന്ന്, മടിയൻ്റെ ശബ്ദമാണല്ലോ ഇത് എന്ന ഗാനം പാടൂ, ഗ്രിഫോൺ പറഞ്ഞു. ഈ ജീവികൾ ആജ്ഞാപിക്കുന്നത് കേട്ടില്ലേ? അവർക്ക് വേണ്ടി പഠിച്ചത് പാടേണ്ടി വരുന്നു, ആലീസ് വിചാരിച്ചു. ഇതിലും ഭേദം വിദ്യാലയത്തിൽ പോകുന്നതായിരുന്നു. എങ്കിലും എഴുന്നേറ്റ് നിന്ന് അവൾ പാടാൻ തുടങ്ങി. പക്ഷേ അവളുടെ മനസ്സ് നിറയെ ആ കടൽ ഞണ്ടിൻ്റെ നൃത്തമായിരുന്നു. എന്താണ് പാടുന്നതെന്നറിയാതെ വാക്കുകൾ തെറ്റി ഗാനം തികച്ചും വ്യത്യസ്തമായി. പാട്ട് കേട്ട് ഗ്രിഫോൺ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയല്ല ഇത് പാടിപ്പഠിച്ചത്. ഇതുപോലൊന്നും ഞാനും കേട്ടിട്ടില്ല, കടലാമ്മ പറഞ്ഞു. ഇത് വെറും വിഡ്ഢിത്തം. ഒന്നും പറയാതെ ആലീസ് നിന്നു. കൈകളിൽ മുഖം പൂഴ്ത്തിയിരുന്ന് ഇനിയെങ്കിലും എന്തെങ്കിലും നേരാവണ്ണം സംഭവിക്കുമോ എന്നോർത്ത് ആലീസ് ഇരുന്നു. ഇതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം, കടലാമ്മ പറഞ്ഞു. അവൾക്കിത് വിശദീകരിക്കാനാവില്ല, ഗ്രിഫോൺ തിടുക്കത്തിൽ പറഞ്ഞു. അടുത്ത വരി തൊട്ട് പാടൂ. അവൻ്റെ കാലിനെ പറ്റി നീ എന്താ പാടിയേ? കടലാമ്മ താൻ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അവനെങ്ങനെ മൂക്കുപയോഗിച്ച് കാല് തിരിച്ചു? നൃത്തത്തിലെ ആദ്യ ചുവടാണത്, ആലീസും വിട്ടുകൊടുത്തില്ല. എല്ലാം കൊണ്ടും ആകെ കുഴങ്ങിയിരിക്കുകയാണ് അവൾ. എങ്ങനെയെങ്കിലും വിഷയം മാറ്റാനായെങ്കിൽ എന്നവൾ ആശിച്ചു. അടുത്ത വരി തൊട്ട് പാടൂ, അക്ഷമനായി ഗ്രിഫോൺ പറഞ്ഞു. അവൻ്റെ തോട്ടത്തിനരികിലൂടെ എന്നാണ് ആ ഗാനം തുടങ്ങുന്നത്. ധിക്കരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു ആലീസിന്. പാടിയാൽ തെറ്റുമെന്നും അറിയാമായിരുന്നു. എന്നിട്ടും വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പാടാൻ തുടങ്ങി. പാട്ട് കഴിയുമ്പോഴേക്കും കടലാമ ഇടയ്ക്ക് കയറി പറഞ്ഞു, എന്തിനിതൊക്കെ ഇങ്ങനെ പാടുന്നു? നിനക്കതൊന്നും വിശദീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നേ വരെ ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഒന്നും മനസ്സിലാകാത്തത് ഇതുതന്നെയാണ്. ശരിയാ, നീ എവിടെ നിന്നും പോകുന്നതാ നല്ലത്, ഗ്രിഫോൺ പറഞ്ഞു. ആലീസിന് പോകാൻ വളരെ സന്തോഷമായിരുന്നു. നമുക്കാ കടൽ ഞണ്ടുകളി ഒന്നുകൂടി നടത്തിയാലോ, ഗ്രിഫോൺ ചോദിച്ചു. അല്ലെങ്കിൽ കടലാമ്മ പാടുന്നത് കേൾക്കാൻ നിനക്കിഷ്ടമാണോ? എന്നാൽ കടലാമ്മ പാടട്ടെ. ദയവായി ഒരു പാട്ട് പാടൂ,
ആലീസ് പറഞ്ഞു. അപ്പോൾ തീരെ രസിക്കാത്തതുപോലെ ഗ്രിഫോൺ പറഞ്ഞു, "ഹും, അഭിരുചിയൊന്നും കണക്കാക്കേണ്ട. നീ കടലാമ സൂപ്പ് എന്ന പാട്ടുപാടി അവളെ കേൾപ്പിക്ക്." ദീർഘമായി നിശ്വസിച്ചിട്ട് കടലാമ പാടാൻ തുടങ്ങി. പാടുന്നതിനിടയിൽ തേങ്ങലുകൾ കൊണ്ട് ശബ്ദമിടറുന്നുണ്ടായിരുന്നു. വീണ്ടും എല്ലാവരും ഒന്നിച്ചു പാടുന്നു. ഗ്രിഫോൺ വിളിച്ചു പറഞ്ഞു. കോമാളി കടലാമ വീണ്ടും പാടാൻ തുടങ്ങിയപ്പോൾ വിചാരണ തുടങ്ങുന്നു എന്ന് അകലെ നിന്ന് ആരോ ഉച്ചത്തിൽ പറയുന്നത് കേട്ടു. "വേഗം വരൂ," ഗ്രിഫോൺ വിളിച്ചു പറഞ്ഞു. കടലാമയുടെ പാട്ട് പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കാതെ ഗ്രിഫോൺ ആലീസിൻ്റെ കൈ പിടിച്ച് തിടുക്കത്തിലോടി. "ഇത് എന്തു വിചാരണയാ?" ഓടുന്നതിനിടയിൽ കിതപ്പോടെ ആലീസ് ചോദിച്ചു. എന്നാൽ "വരൂ വരൂ" എന്ന് മാത്രമേ ഗ്രിഫോൺ മറുപടി പറഞ്ഞുള്ളൂ. എന്നിട്ട് ഓട്ടത്തിൻ്റെ വേഗം കൂട്ടി. അപ്പോൾ കൂടുതൽ കൂടുതൽ അവ്യക്തമായി കാറ്റിലൂടെ അവൾക്ക് പിന്നിൽ നിന്ന് വിഷാദം നിറഞ്ഞ വാക്കുകൾ കേൾക്കാമായിരുന്നു. കടലാമ പാടുന്ന ദുഃഖപൂർണമായ സൂപ്പിൻ്റെ പാട്ട്. ഓടി ഓടി ഗ്രിഫോണും ആലീസും എത്തിച്ചേർന്നപ്പോൾ ആഢ്യൻ രാജാവും രാജ്ഞിയും അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ് കണ്ടത്. എല്ലാ തരത്തിലുമുള്ള പക്ഷികളും മൃഗങ്ങളും അതുപോലെ ആ ചീട്ടുകൂട്ടവും അവർക്ക് ചുറ്റും സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ 2 പട്ടാളക്കാരുടെ സംരക്ഷണത്തിൽ ആ സൈന്യാധിപൻ ചങ്ങലകളിൽ നിൽക്കുന്നു. രാജാവിനടുത്ത് ഒരു കൈയിൽ ഒരു കുറുങ്കുഴലും മറുകൈയിൽ ഒരു കുറ്റപത്ര ചുരുളുമായി വെളുത്ത മുയലച്ചനുമുണ്ട്. കോടതിയുടെ ഒത്ത നടുക്ക് ഒരു മേശപ്പുറത്ത് വലിയൊരു പാത്രം നിറയെ സ്വാദിഷ്ടമായ പലഹാരം ഇരിക്കുന്നുണ്ടായിരുന്നു. ആലീസിന് അത് കണ്ടപ്പോൾ കൊതി തോന്നി. ഈ വിചാരണയൊന്ന് വേഗം അവസാനിച്ചെങ്കിൽ അവൾ വിചാരിച്ചു. എന്നിട്ട് ആ പലഹാരം പങ്കുവച്ചെങ്കിൽ. പക്ഷേ അതടുത്തെങ്ങും നടക്കുന്ന മട്ടില്ലായിരുന്നു. അതുകൊണ്ട് സമയം കളയാൻ അവൾ ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ടിരുന്നു. ആദ്യമായാണ് ആലീസ് ഒരു നീതിന്യായ കോടതിയിൽ എത്തുന്നത്. അവയെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളതിനാൽ ഓരോന്നിൻ്റെയും പേര് തിരിച്ചറിയുന്നതിൽ അവൾ സന്തോഷിച്ചു. "അതാണ് ജഡ്ജി," അവൾ സ്വയം പറഞ്ഞു. "കാരണം അയാളൊരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്." ഇവിടെ രാജാവ് തന്നെയായിരുന്നു ജഡ്ജിയും. തലപ്പാവിന് മുകളിൽ കിരീടവും ധരിച്ചിട്ടുള്ളതിനാൽ അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. അതുമായി ഇഴുകിച്ചേരാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതാണ് നിയമജ്ഞരുടെ ഇരിപ്പിടം, അവൾ വിചാരിച്ചു. ആ 12 ജീവികൾ, എനിക്ക് തോന്നുന്നു അവരാണ് നിയമജ്ഞർ. നിയമജ്ഞർ എന്ന് അവൾ 2 or 3 തവണ പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ടു. അവൾക്ക് തോന്നി തൻ്റെ പ്രായത്തിലുള്ള മിക്ക പെൺകുട്ടികൾക്കും ഇതിൻ്റെയൊന്നും അർത്ഥം പോലും അറിയില്ലല്ലോ എന്ന്. ആ 12 നിയമജ്ഞരും തിരക്കിട്ട് സ്ലേറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. "അവരെ എന്താ ചെയ്യുന്നേ?" ആലീസ് ഗ്രിഫോണിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. "വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് എഴുതാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ടും എന്താ എഴുതുന്നേ?" "അവർ അവരുടെ പേരെഴുതുകയാണ്," ഗ്രിഫോൺ മറുപടിയായി മന്ത്രിച്ചു. "വിചാരണ തീരുമ്പോഴേക്കും പേര് മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാ." "മണ്ടന്മാർ," ദേഷ്യത്തോടെ അല്പമുച്ചത്തിൽ ആലീസ് പറഞ്ഞു. ഉടനെ അവൾ സ്വയം നിയന്ത്രിച്ചു. കാരണം ആ വെളുത്ത മുയലച്ചൻ കോടതിയിൽ നിശബ്ദത പാലിക്കണം എന്ന് പറയുന്നത് അവൾ കേട്ടു. രാജാവ് തൻ്റെ കണ്ണട എടുത്തു വെച്ച് ആരാണ് സംസാരിക്കുന്നത് എന്നറിയാൻ ചുറ്റും നോക്കി. വെറുതെ നിയമജ്ഞരുടെ സ്ലേറ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ അവരെല്ലാം മണ്ടന്മാർ എന്ന് എഴുതി വയ്ക്കുന്നതായാണ് ആലീസ് കണ്ടത്. അതിലൊരാൾക്ക് മണ്ടൻ എന്ന വാക്കിൻ്റെ അക്ഷരം പോലും ശരിക്ക് കിട്ടുന്നില്ല. അടുത്തിരുന്നവനോട് ചോദിച്ചാണ് അയാൾ എഴുതുന്നത്. വിചാരണ തീരുമ്പോഴേക്കും ഇവരുടെ സ്ലേറ്റ് ആകെ അലങ്കോലമാകും, ആലീസ് വിചാരിച്ചു. നിയമജ്ഞരിൽ ഒരാളുടെ പെൻസിൽ എഴുതുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതായിരുന്നു. ആലീസിനത് സഹിക്കാനായില്ല. അതുകൊണ്ട് അവൾ ചുറ്റി നടന്ന് അയാളുടെ പിന്നിലെത്തി. വീണ് കിട്ടിയ അവസരത്തിന് ആ പെൻസിൽ എടുത്തു മാറ്റുകയും ചെയ്തു. വളരെ തിടുക്കത്തിൽ ഇത് ചെയ്തതുകൊണ്ട് ആ കൊച്ചു നിയമജ്ഞൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ
പെൻസിലിന് വേണ്ടി ചുറ്റും പരതി. അയാൾ കൊച്ചി ബില്ലെന്ന പല്ലിയായിരുന്നു. ഒടുവിൽ വിരലുപയോഗിച്ച് അന്ന് മുഴുവനും എഴുതാൻ അയാൾ നിർബന്ധിതനായി. സ്ലേറ്റിൽ അക്ഷരങ്ങളും അടയാളങ്ങളും പതിയാത്തതുകൊണ്ട് അതൊരു പാഴ്ശ്രമം മാത്രമായിരുന്നു. ശ്രദ്ധിക്കൂ, കുറ്റപത്രം വായിക്കട്ടെ, രാജാവ് കൽപ്പിച്ചു. ഉടനെ മുയലച്ചൻ തൻ്റെ കുറുങ്കുഴലെടുത്ത് 3 വട്ടം മൂതി ശബ്ദമുണ്ടാക്കി. പിന്നീട് കുറ്റപത്രം നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. ഒരു വേനൽക്കാലത്ത് രാജ്ഞി ഉണ്ടാക്കിയ പലഹാരം സൈന്യത്തലവൻ മോഷ്ടിച്ചിട്ട് എങ്ങോ ഓടിപ്പോയി. വിധി തീരുമാനിക്കൂ, രാജാവ് നിയമജ്ഞരോട് പറഞ്ഞു. ഹേയ്, തീർന്നില്ല, മുയലച്ചൻ തിടുക്കത്തിൽ തടസ്സപ്പെടുത്തി. അതിനു മുമ്പ് ഇനിയുമുണ്ട് കാര്യങ്ങൾ. 1-ാം സാക്ഷിയെ വിളിക്കൂ, രാജാവ് പറഞ്ഞു. മുയലച്ചൻ വീണ്ടും 3 വട്ടം കുഴലൂതി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, 1-ാം സാക്ഷി. ആ തൊപ്പിക്കാരനായിരുന്നു 1-ാം സാക്ഷി. ഒരു കയ്യിൽ ഒരു ചായക്കപ്പും മറുകൈയിൽ വെണ്ണ പുരട്ടിയ റൊട്ടിയുമായാണ് അയാൾ കടന്നു വന്നത്. ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നതിന് മഹാരാജാവ് എന്നോട് ക്ഷമിക്കണം, അയാൾ പറയാൻ തുടങ്ങി. ഇവിടേക്ക് എത്താൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞിരുന്നില്ല. നീ കുടിച്ചു കഴിയേണ്ടതുണ്ടായിരുന്നു, രാജാവ് പറഞ്ഞു. എപ്പോഴാണ് നീ ഇത് തുടങ്ങിയത്? തുരപ്പനെലിയുടെ കൈ പിടിച്ച് അയാൾക്ക് പിമ്പെ കോടതിയിലെത്തിയ മാർച്ച് മുയലിനെ തൊപ്പിക്കാരൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, മാർച്ച് 14-നാണെന്നാ തോന്നുന്നേ. 15, മാർച്ച് മുയൽ പറഞ്ഞു. അല്ല, 16, തൂരപ്പനും പറഞ്ഞു. അത് എഴുതിയെടുക്ക്, രാജാവ് നിയമജ്ഞരോട് കൽപ്പിച്ചു. ഉടനെ തന്നെ അവർ ആ 3 തീയതികളും അവരുടെ സ്ലേറ്റിൽ എഴുതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് രൂപയും പൈസയുമൊക്കെ ആക്കിക്കൊണ്ടിരുന്നു. നിന്റെ തൊപ്പിയൂര്, രാജാവ് തൊപ്പിക്കാരനോട് കൽപ്പിച്ചു. ഇത് എൻ്റെയല്ല, തൊപ്പിക്കാരൻ മറുപടി പറഞ്ഞു. മോഷ്ടിച്ചതാണോ? രാജാവ് അതിശയത്തോടെ നിയമജ്ഞരെ നോക്കി. അവർ അതേപ്പറ്റി തത്സമയം ഒരു വിശദമായ പ്രസ്താവനയും തയ്യാറാക്കി. ഒരു തൊപ്പിയും എനിക്ക് സ്വന്തമല്ല. ഞാനിതെല്ലാം വിൽക്കാൻ വെച്ചിരുന്നതാ. ഞാനൊരു തൊപ്പിക്കാരനാണ്. ഇത് കേട്ടപ്പോൾ രാജ്ഞി അവളുടെ കണ്ണടയെടുത്ത് മുഖത്ത് വെച്ച് അയാളെ തറപ്പിച്ചൊന്നു നോക്കി. അയാൾ ആകെ വിളറിപ്പോയി, അസ്വസ്ഥനായി. തെളിവെവിടെ? രാജാവ് ചോദിച്ചു. നീ പേടിക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിന്റെ കഥ കഴിക്കും. തൊപ്പിക്കാരൻ അത് കേട്ടപ്പോൾ ആകെ വെപ്രാളമായി. അയാൾ ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മാറി മാറി നിന്നു. ഭയത്തോടെ രാജ്ഞിയെ നോക്കി. അതിനിടയിൽ റൊട്ടിക്ക് പകരം കയ്യിലുള്ള ചായക്കപ്പിൻ്റെ വലിയൊരു കഷ്ണം കടിച്ചെടുത്തു. ഈ സമയം ആലീസിന് വിചിത്രമായ ഒരനുഭവമുണ്ടായി. എന്താണെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു. ഒടുവിൽ മനസ്സിലായി, താൻ വളരുകയാണ്, കൂടുതൽ കൂടുതൽ. എഴുന്നേറ്റ് കോടതിക്ക് പുറത്തേക്ക് പോയാലോ എന്നവൾ ആദ്യം ചിന്തിച്ചു. അടുത്ത ചിന്തയിൽ വേണ്ടെന്നും തീരുമാനിച്ചു. തനിക്കിടം കിട്ടുവോളം ഇവിടെ തന്നെ ഇരിക്കാം. അവളുടെ തൊട്ടരികിലിരുന്ന തുരപ്പൻ അവളോട് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ ഞെക്കല്ലേ, ദേ എനിക്ക് ശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. ഞാൻ എന്തു ചെയ്യാനാ? ആലീസ് വളരെ സൗമ്യമായി പറഞ്ഞു. ഞാനിതാ വളരുകയാണ്. ഇവിടെ വെച്ച് വളരാൻ നിനക്ക് എന്ത് അവകാശം? തുരപ്പൻ ചോദിച്ചു. വെഡിത്തം പറയാതെ, നീയും വളരുന്നുണ്ട്, ആലീസ് അവനെ ശാസിച്ചു. ശരി, പക്ഷേ ഞങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ ഒരു കണക്കുണ്ട്. നിന്റെ പോലെ അപഹാസ്യമായ രീതിയിലല്ല ഞങ്ങൾ വളരുന്നത്, തുരപ്പൻ പറഞ്ഞു. അവൻ മുഖം വീർപ്പിച്ച് എഴുന്നേറ്റു. അവളുടെ അടുത്തു നിന്നും കോടതിയുടെ മറ്റൊരു വശത്തേക്ക് പോയി. രാജ്ഞി അപ്പോഴും തൊപ്പിക്കാരനിൽ നിന്നും കണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല. തുരപ്പൻ അതിലെ കടന്നുപോയ ഉടനെ അവൾ കോടതി ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു, കഴിഞ്ഞ കച്ചേരിയിൽ പങ്കെടുത്ത പാട്ടുകാരുടെ പേര് വിവരം എവിടെ? തൊപ്പിക്കാരുടെ വിറയൽ ശക്തമായി. വിറച്ച് വിറച്ച് കാലിൽ കിടന്ന ഷൂസ് പോലും ഊരിത്തെറിച്ച് വീണു. നീ വിറച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം,
രാജാവ് ദേഷ്യത്തോടെ പറഞ്ഞു. വേഗം തെളിവെടുക്ക്, അല്ലെങ്കിൽ നീ ഇപ്പോൾ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഞാനൊരു പാവമാണ് മഹാരാജാവേ, ഇടറിയ ശബ്ദത്തിൽ അയാൾ പറയാൻ തുടങ്ങി. ഒരാഴ്ച മുമ്പ് വരെ ഞാൻ എൻ്റെ ചായ കുടി ആരംഭിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ റൊട്ടിയും വെണ്ണയും ഉണങ്ങി തുടങ്ങി. ചായയുടെ തിളക്കം. എന്തിൻ്റെ തിളക്കം? രാജാവ് എടുത്തു ചോദിച്ചു. തിളക്കം ചായയിലാണ് തുടങ്ങിയത്, തൊപ്പിക്കാരൻ പറഞ്ഞു. ശരിയാണ്, തിളക്കം തുടങ്ങുന്നത് ടി എന്ന അക്ഷരത്തിലാണ്, രാജാവ് പറഞ്ഞു. ഞാനൊരു വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? പറയേ, ബാക്കി ഭാഗം കൂടി പറയേ. ഞാനൊരു പാവമാണ്, തൊപ്പിക്കാരൻ തുടർന്നു. അതിനുശേഷം മിക്ക സംഗതികളും തിളങ്ങാൻ തുടങ്ങി. ഈ മാർച്ച് മുയൽ മാത്രം. ഞാനില്ല, തിരക്കിട്ട് മാർച്ച് മുയൽ കയറി പറഞ്ഞു. നീയും, തൊപ്പിക്കാരൻ വിട്ടുകൊടുത്തില്ല. ഇത് ഞാൻ നിഷേധിക്കുന്നു. മാർച്ച് മുയലും വിട്ടുകൊടുത്തില്ല. അവൻ നിഷേധിക്കുന്നതുകൊണ്ട്, രാജാവ് പറഞ്ഞു. ആ ഭാഗം വിട്ടുകള. എങ്ങനെയായാലും, തുരപ്പൻ പറഞ്ഞു. പറയുന്നതിനിടയിൽ അയാൾ തുരപ്പനെ ചുറ്റും നോക്കി, അവനും നിഷേധിക്കുമോ എന്നറിയാൻ. എന്നാൽ ഒന്നും നിഷേധിക്കാതെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം എന്തുണ്ടായി? തൊപ്പിക്കാരൻ തുടർന്നു. ഞാൻ കുറച്ചുകൂടി റൊട്ടിയും വെണ്ണയും എടുത്തു. ആ തുരപ്പനെലി എന്താ പറഞ്ഞേ? നിയമജ്ഞരിൽ ഒരാൾ ചോദിച്ചു. അതെനിക്ക് ഓർമ്മയില്ല, തൊപ്പിക്കാരൻ ഉടനെ മറുപടി കൊടുത്തു. നീ അത് ഓർക്കണം, അല്ലെങ്കിൽ, രാജാവ് അഭിപ്രായപ്പെട്ടു, നിന്നെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കും. പേടിച്ചരണ്ട തൊപ്പിക്കാരൻ കയ്യിലിരുന്ന റൊട്ടിയും വെണ്ണയും ചായക്കപ്പും താഴെയിട്ട് മുട്ടുകുത്തി നിന്നു. ഞാനൊരു പാവമാണ് മഹാരാജാവേ, അയാൾ പറയാൻ തുടങ്ങി. സംസാരിക്കുന്ന കാര്യത്തിൽ നീ പിന്നാക്കമാണ്, രാജാവ് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗിന്നിപ്പന്നികളിലൊന്ന് ആർത്തു ചിരിച്ചു. ഉടനെ കോടതി ഉദ്യോഗസ്ഥൻ അവനെ അമർച്ച ചെയ്തു. അമർച്ച ചെയ്യുന്നത് എങ്ങനെയാണെന്നാൽ, അവരുടെ കയ്യിൽ വലിയൊരു കട്ടിയുള്ള സഞ്ചിയുണ്ടായിരുന്നു. ചരടുകൊണ്ട് അതിൻ്റെ വായ്ഭാഗം മൂടിക്കെട്ടിയിരുന്നു. ഈ സഞ്ചിയിലേക്ക് ഗിന്നിപ്പന്നിയെ തലകീഴായി ഇറക്കി അവർ അതിനു മുകളിൽ കയറിയിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ആലീസ് സന്തോഷത്തോടെ വിചാരിച്ചു. പത്രങ്ങളിൽ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. വിചാരണയുടെ ഒടുവിൽ കോടതി ശബ്ദം കൊണ്ട് നിറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ അതുടനെ അമർച്ച ചെയ്തു എന്ന്. ഇതുവരെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിൽ കൂടുതലൊന്നും നിനക്കറിയില്ലെങ്കിൽ നീ താഴെ ഇറങ്ങി നിൽക്ക്, രാജാവ് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ തറയിലാണ് നിൽക്കുന്നത്, തൊപ്പിക്കാരൻ പറഞ്ഞു. ഇതിലും താഴാൻ എനിക്കാവില്ല. എന്നാൽ നീ താഴെയിരിക്കേ, രാജാവ് വീണ്ടും പറഞ്ഞു. ഉടനെ മറ്റ് ഗിന്നിപ്പന്നികളും ആർത്തു ചിരിച്ചു. അവരെയും അമർച്ച ചെയ്തു. ഗിന്നിപ്പന്നികളുടെ കാര്യം കഴിഞ്ഞു, ആലീസ് വിചാരിച്ചു. ഇനി കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ നടക്കും. അതിലും ഭേദം ഞാൻ എൻ്റെ ചായ കുടിച്ചു തീർക്കുന്നതാ, തൊപ്പിക്കാരൻ രാജ്ഞിയെ നോക്കി പറഞ്ഞു. അവൾ പാട്ടുകാരുടെ പേര് വിവരം വായിക്കുകയായിരുന്നു. നീ പൊയ്ക്കോ, രാജാവ് പറഞ്ഞു. കേട്ടയുടനെ ഷൂസ് ധരിക്കാൻ പോലും കാത്തു നിൽക്കാതെ തൊപ്പിക്കാരൻ പമ്പ കടന്നു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞേക്ക്, രാജ്ഞി ഉദ്യോഗസ്ഥന്മാരോട് ആജ്ഞാപിച്ചു. എന്നാൽ അയാൾ വാതിക്കലെത്തിയപ്പോഴേക്കും തൊപ്പിക്കാരൻ ഓടിമറിഞ്ഞു കഴിഞ്ഞിരുന്നു. അടുത്ത സാക്ഷിയെ വിളിക്ക്, രാജാവ് കൽപ്പിച്ചു. ആ പ്രഭയുടെ പാചകക്കാരിയായിരുന്നു അടുത്ത സാക്ഷി. കയ്യിൽ കുരുമുളക് പാത്രവുമായാണ് അവൾ കടന്നു വന്നത്. കോടതിക്കകത്ത് അവൾ പ്രവേശിക്കുന്നതിന് മുമ്പേ ആരാണത് എന്നൂഹിക്കാൻ ആലീസിന് കഴിഞ്ഞു. വാതിലിനടുത്ത് നിന്നവർ എല്ലാവരും ഉടനെ തന്നെ തുമ്മാൻ തുടങ്ങി. തെളിവ് നൽകൂ, രാജാവ് പറഞ്ഞു. ഇല്ല, പാചകക്കാരിയും പറഞ്ഞു. രാജാവ് ആകാംക്ഷയോടെ വെളുത്ത മുയലച്ചനെ നോക്കി. അവൻ പതുക്കെ പറഞ്ഞു. മഹാരാജൻ, ഈ സാക്ഷിയെ അങ്ങ് സൂക്ഷ്മ പരിശോധന നടത്തണം. എങ്കിൽ അങ്ങനെ തന്നെ, വിഷാദത്തോടെ രാജാവ് പറഞ്ഞു. കൈകൾ മടക്കി നെറ്റി ചുളിച്ച്
പാചകക്കാരിയെ നോക്കി. ഒടുവിൽ കണ്ണ് കഴിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ പലഹാരമുണ്ടാക്കിയിട്ടുള്ളത്? കൂടുതലും കുരുമുളക് തന്നെ, പാചകക്കാരി പറഞ്ഞു. ശർക്കര കൊണ്ട്. പിന്നിൽ നിന്നും ഉറക്കച്ചടവോടുകൂടിയ ഒരു ശബ്ദവും കേട്ടു. ആ തുരപ്പൻ്റെ കഴുത്തിന് പിടിക്കേ, രാജ്ഞി അലറി. അവൻ്റെ തല വിട്ട് അവനെ കോടതിയിൽ നിന്ന് ആട്ടിപ്പായിക്ക്. അവൻ്റെ മീശ പിഴുതെടുക്ക്, നുള്ളവനെ. കോടതി മുഴുവനും കുറച്ച് സമയത്തേക്ക് ആകെ അങ്കലാപ്പിലായി. അവർ തുരപ്പനെ ആട്ടിയോടിച്ചു. എന്നിട്ട് ശാന്തരായി തിരിച്ചു വന്ന് ഇരുന്നപ്പോൾ പാചകക്കാരി അപ്രത്യക്ഷയായിരിക്കുന്നു. സാരമില്ല, വളരെ ആശ്വാസത്തോടെ രാജാവ് പറഞ്ഞു. അടുത്ത സാക്ഷിയെ വിളിക്ക്. എന്നിട്ട് പതുക്കെ രാജ്ഞിയോടായി പറഞ്ഞു, പ്രിയേ, അടുത്ത സാക്ഷിയെ നീ ചോദ്യം ചെയ്യണം. എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട്. ആലീസ് അടുത്ത സാക്ഷി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ വെളുത്ത മുയലച്ചനെ നോക്കി. അവൻ പേര് വിവരങ്ങൾ തിരക്കിട്ട് പരിശോധിക്കുകയായിരുന്നു. ഇവർക്ക് വേണ്ടത്ര തെളിവുകൾ ഇനിയും കിട്ടിയിട്ടില്ല, ആലീസ് സ്വയം പറഞ്ഞു. അപ്പോൾ മുയലച്ചൻ ആ പേര് വായിച്ചു. ആലീസിനെ അതിശയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര ഉച്ചത്തിൽ, അടുത്ത സാക്ഷി ആലീസ്, ഞാനിതാ ഇവിടെയുണ്ട്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ താൻ എന്തുമാത്രം വളർന്നുപോയി എന്നറിയാതെ ആലീസ് ആവേശത്തോടെ പറഞ്ഞു. അവൾ ചാടി എഴുന്നേറ്റപ്പോൾ പാവാടയുടെ ഒരറ്റം മുട്ടി നിയമജ്ഞരുടെ ഇരിപ്പിടം മറിഞ്ഞ് അവരെല്ലാവരും തല കുത്തി താഴെ വീണു. തറയിൽ കിടന്ന് പിടയ്ക്കുന്ന അവരെ കണ്ടപ്പോൾ ഒരാഴ്ച മുമ്പ് അപ്രതീക്ഷിതമായി അവൾ തട്ടി താഴെയിട്ടുടച്ച സ്വർണ്ണ മത്സ്യക്കൂടിലെ പിടയ്ക്കുന്ന മത്സ്യങ്ങളെ അവൾ ഓർത്തുപോയി. അയ്യോ, ക്ഷമിക്കണം, വളരെ സങ്കോചത്തോടെ അവൾ പറഞ്ഞു. സ്വർണ്ണ മത്സ്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവൾ അവരെയെല്ലാം വേഗം പെറുക്കിയെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു. അല്ലെങ്കിൽ അവയൊക്കെ ചത്തുപോയാലോ? വിചാരണ നടത്താൻ വരട്ടെ, ഗൗരവ ശബ്ദത്തിൽ രാജാവ് പറഞ്ഞു. എല്ലാ നിയമജ്ഞരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് മതി ഇനി വിചാരണ. ആലീസിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ തറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ആലീസ് നിയമജ്ഞരെ നോക്കി. തിരക്കിട്ട് പെറുക്കി വെച്ചപ്പോൾ ബില്ലിനെ തല കീഴായാണ് അവൾ എടുത്തു വച്ചത്. അനങ്ങാൻ വയ്യാതെ അവൻ വാലിട്ടടിക്കുന്നത് അവൾ കണ്ടു. ഉടനെ തന്നെ അവൾ ബില്ലിനെ നേരെയിരുത്തി. ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവൾ സ്വയം പറഞ്ഞു. വിചാരണ നടക്കുമ്പോൾ ഏത് രീതിയിലിരുന്നാലും കാര്യമൊന്നു തന്നെ. ശരിയായ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിച്ച നിയമജ്ഞർ സ്ലേറ്റും പെൻസിലും കണ്ടുപിടിച്ച് തിരികെ കിട്ടിയപ്പോൾ ശ്രദ്ധാപൂർവം ആ അപകടത്തെപ്പറ്റി എഴുതാൻ തുടങ്ങി. എന്നാൽ കൊച്ചു ബില്ല് മാത്രം വായും പൊളിച്ച് മച്ചിലേക്ക് നോക്കിയിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് അവൻ മുക്തനായിരുന്നില്ല. ഇക്കാര്യത്തെപ്പറ്റി നിനക്ക് എന്തറിയാം? രാജാവ് ആലീസിനോട് ചോദിച്ചു. എനിക്ക് ഒന്നും അറിയില്ല. ഒന്നും? രാജാവ് വീണ്ടും ചോദിച്ചു. സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല, ആലീസ് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, രാജാവ് നിയമജ്ഞർക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു. അവരത് സ്ലേറ്റിലേക്ക് പകർത്തുന്നതിനുള്ള തിരക്കിലായിരുന്നു. പെട്ടെന്ന് മുയലച്ചൻ ഇടപെട്ട് തടഞ്ഞു. അപ്രധാനമെന്നാണ് രാജാവ് അർത്ഥമാക്കിയത്, ആദരപൂർവ്വം അവൻ പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ രാജാവിനെ നോക്കി നെറ്റിച്ചുളിക്കുകയും മുഖം വക്രിക്കുകയും ചെയ്തു. അതെ, അപ്രധാനമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, രാജാവ് എടുത്തു പറഞ്ഞു. എന്നിട്ട് പതുക്കെ തന്നോട് തന്നെ പറഞ്ഞു നോക്കി. പ്രധാനം, അപ്രധാനം, പ്രധാനം, അപ്രധാനം. ഇതിൽ ഏതു വാക്കാണ് കേൾക്കാൻ സുഖമെന്ന് പരീക്ഷിക്കുന്നത് പോലെ. നിയമജ്ഞരിൽ ചിലർ പ്രധാനം എന്നെഴുതിയപ്പോൾ മറ്റു ചിലർ അപ്രധാനം എന്നെഴുതി. അടുത്തു നിന്ന് ആലീസ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രശ്നമില്ല, അവൾ വിചാരിച്ചു. ഈ നിമിഷം തൻ്റെ നോട്ട്ബുക്കിൽ എന്തോ കുത്തിക്കുറുക്കിയായിരുന്ന രാജാവ് വിളിച്ചു പറഞ്ഞു. നിശബ്ദമായിരിക്കൂ. അയാൾ തൻ്റെ ബുക്ക് തുറന്നു വായിച്ചു. 42-ാം നിയമം. 1 മൈലിൽ കൂടുതൽ ഉയരമുള്ള എല്ലാവരും കോടതി വിട്ട് പുറത്തേക്ക് പോകണം.
എല്ലാവരും ആലീസിനെ നോക്കി. എനിക്ക് 1 മൈൽ പൊക്കമില്ല. നിനക്കുണ്ട്, രാജാവ് പറഞ്ഞു. ഏതാണ്ട് 2 മൈൽ പൊക്കം, രാജ്ഞിയും പറഞ്ഞു. എന്തായാലും ഞാൻ പോവില്ല, ആലീസ് തീർച്ച പറഞ്ഞു. കൂടാതെ ഇതൊരു സ്ഥിരം നിയമവുമല്ല, ഇപ്പോൾ കണ്ടുപിടിച്ചതല്ലേ. നിയമപുസ്തകത്തിലെ ഏറ്റവും പഴയ നിയമമാണിത്, രാജാവ് പറഞ്ഞു. എന്നാലിത് 1ാമത്തെ നിയമമാകേണ്ടതായിരുന്നു. ആലീസും വിട്ടുകൊടുത്തില്ല. രാജാവ് വിളറി വെളുത്തു. അയാൾ നിയമപുസ്തകം മടക്കി വെച്ചു. നിങ്ങളുടെ വിധി കണക്കാക്കൂ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ നിയമജ്ഞരോട് പറഞ്ഞു. മഹാരാജാവേ, ഇനിയുമുണ്ട് തെളിവുകൾ, തിടുക്കത്തിൽ ചാടിക്കൊണ്ട് വെളുത്ത മുയലച്ചൻ പറഞ്ഞു. ഈ പത്രം ഞാൻ കയ്യിലെടുത്തിട്ടേ ഉള്ളൂ. അതിലെന്താ? രാജ്ഞി ചോദിച്ചു. തുറന്നു നോക്കിയിട്ടില്ല. കണ്ടിട്ട് ഒരു കത്താണെന്ന് തോന്നുന്നു. ആ തടവുകാരൻ എഴുതിയതാ, ആർക്കോ വേണ്ടി, മുയലച്ചൻ പറഞ്ഞു. അങ്ങനെ തന്നെയാവണം, രാജാവ് അഭിപ്രായപ്പെട്ടു. ആർക്കും വേണ്ടി എഴുതിയതല്ലെങ്കിൽ ഇത് സാധാരണമല്ല, അല്ലേ? ആർക്ക് വേണ്ടിയാ ഇത് അയച്ചിട്ടുള്ളത്? നിയമജ്ഞരിൽ ഒരാൾ ചോദിച്ചു. ആർക്കും വേണ്ടിയല്ല, മുയലച്ചൻ പറഞ്ഞു. ഇതിന് പുറത്ത് ഒന്നും എഴുതിയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് അവൻ ആ കത്തെടുത്ത് മടക്കി. വീണ്ടും പറഞ്ഞു. ഇതൊരു കത്തേയല്ല, കവിത പോലെ കുറച്ച് വരികളാണ്. തടവുകാരൻ്റെ കൈയക്ഷരമാണോ? മറ്റൊരു നിയമജ്ഞൻ ചോദിച്ചു. അല്ല, തടവുകാരൻ്റെയല്ല, മുയലച്ചൻ പറഞ്ഞു. അതാണ് ഇതിലേറ്റവും വിചിത്രമായ സംഗതി. നിയമജ്ഞരെല്ലാവരും അമ്പരന്നിരുന്നു. മറ്റാരുടെയെങ്കിലും കൈയക്ഷരം അവൻ അനുകരിച്ചതാകണം, രാജാവ് പറഞ്ഞു. നിയമജ്ഞർക്ക് വീണ്ടും സമാധാനമായി. മഹാരാജാവേ, സൈന്യാധിപൻ പറഞ്ഞു, ഞാനല്ല ഇതെഴുതിയത്. അവർക്കിത് തെളിയിക്കാനുമാവില്ല. അതിൻ്റെ അവസാനം പേരെഴുതി ഒപ്പിട്ടിട്ടില്ല. നീ ഒപ്പിട്ടിട്ടില്ല, രാജാവ് പറഞ്ഞു. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. നീ എന്തെങ്കിലും കുസൃതി ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ സത്യസന്ധമായി നീ പേരെഴുതി ഒപ്പിടുമായിരുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൈയടിച്ചു. ആ ദിവസം രാജാവ് ആദ്യമായി പറഞ്ഞ ബുദ്ധിപൂർവമായ ഒരഭിപ്രായമായിരുന്നു അത്. അതിവൻ്റെ കുറ്റം തെളിയിക്കുന്നു. രാജ്ഞിയും വിട്ടുകൊടുത്തില്ല. അതൊന്നുമല്ല ഇത് തെളിയിക്കുന്നത്, ആലീസ് പറഞ്ഞു. എന്തിനെ പറ്റിയാണ് അതിൽ എഴുതിയിട്ടുള്ളതെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എന്നാലത് വായിക്കേ, രാജാവ് പറഞ്ഞു. വെളുത്ത മുയലച്ചൻ കണ്ണട എടുത്തു വെച്ചു. മഹാരാജാവേ, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? അവൻ ചോദിച്ചു. തുടക്കം തൊട്ട് വായിക്കൂ, ഗൗരവത്തോടെ രാജാവ് പറഞ്ഞു. അവസാനം വരെ വായിക്കണം, എന്നിട്ട് നിർത്തുക. മുയലച്ചൻ ആ വരികൾ വായിക്കാൻ തുടങ്ങി. ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തെളിവാണിത്, വായിച്ചു കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു. കൈകൾ കൂട്ടിത്തിരുമിയ ശേഷം രാജാവ് തുടർന്നു. ഇനി നിയമജ്ഞർ, അവരിൽ ആർക്കെങ്കിലും ഇതൊന്ന് വിശദീകരിക്കാമെങ്കിൽ, ആലീസ് പറഞ്ഞു. ഇതിനകം വളരെയധികം വളർന്നു വലുതായതിനാൽ ഇടയ്ക്ക് കയറി പറയാൻ അവൾക്ക് തെല്ലും പേടി തോന്നിയില്ല. അവർക്ക് ഞാൻ 6 നാണയങ്ങൾ തരാം. ഇതിലൊരു തരിമ്പർത്ഥം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. നിയമജ്ഞർ അവരുടെ സ്ലേറ്റിലെഴുതി. ഇതിലൊരു തരിമ്പ് അർത്ഥം പോലുമുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും ആ വരികൾ വിശദീകരിക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയില്ല. ഇതിനർത്ഥമില്ലെങ്കിൽ, രാജാവ് തുടർന്നു, എല്ലാ കുഴപ്പങ്ങളും തീർന്നു എന്ന് സമാധാനിക്കാം. എന്തിനു വെറുതെ നാം അത് കണ്ടെത്താൻ ശ്രമിക്കണം? എന്തായാലും എനിക്കറിയില്ല. കവിത എഴുതിയ കടലാസ് മുട്ടിൽ നിവർത്തി വെച്ച് ഒറ്റ കണ്ണുകൊണ്ട് നോക്കി അയാൾ തുടർന്നു. അല്പം ചില അർത്ഥങ്ങൾ എനിക്ക് കാണാനാകുന്നുണ്ട്. നിനക്ക് നീന്താൻ അറിയുമോ? രാജാവ് സൈന്യാധിപന് നേരെ തിരിഞ്ഞു ചോദിച്ചു. ദുഃഖത്തോടെ അയാൾ തലയാട്ടി. എന്നെ കണ്ടിട്ട് അതുപോലെ തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. അങ്ങനെയൊന്നും അയാളെ കണ്ടാൽ തോന്നില്ല. വെറും ചീട്ടുകൊണ്ടുള്ളതല്ലേ അവൻ്റെ ശരീരം. ഇതുവരെ എല്ലാം ശരി, രാജാവ് പറഞ്ഞു. എന്നിട്ട് ആ വരികൾ അയാൾ മനസ്സിൽ മന്ത്രിച്ചു. അറിയാം നമുക്കിത് സത്യമാണോ അല്ലയോ എന്ന്.
ഹാ, ഉത്തരം കിട്ടിപ്പോയി. ദാ അവ ഇവിടെ ഇരിക്കുന്നു, വിജയഭാവത്തോടെ രാജാവ് പറഞ്ഞു. അയാൾ മേശപ്പുറത്തിരിക്കുന്ന പലഹാരം ചൂണ്ടിക്കാട്ടി. ഇതിലും വ്യക്തമായിട്ടൊന്നും തന്നെയില്ല. പ്രിയേ, നിനക്കെന്തെങ്കിലും അസുഖമുണ്ടായിട്ടുണ്ടോ? അയാൾ രാജ്ഞിയോട് ചോദിച്ചു. ഒരിക്കലുമില്ല. രാജ്ഞിക്ക് ദേഷ്യം വന്നു. തൊട്ടടുത്തിരുന്ന ഒരു മഷിക്കുപ്പിയെടുത്ത് അവൾ കൊച്ചു ബില്ലിനെ എറിഞ്ഞു. പാവം ബില്ല്. വിരൽ കൊണ്ടെഴുതി അക്ഷരമൊന്നും തെളിയാത്തതിനാൽ എഴുത്ത് നിർത്തിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുഖത്തുകൂടി മഷി പടർന്നൊഴുകുമ്പോൾ അവനതുപയോഗിച്ച് തിരക്ക് കൂട്ടി വീണ്ടും എഴുതാൻ തുടങ്ങി, ആ മഷി തീരും വരെ. ഈ വാക്കുകൾ നിനക്ക് യോജിക്കുന്നില്ല, രാജാവ് പറഞ്ഞു. അയാൾ മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാവരും മരിച്ചതുപോലെ നിശബ്ദരായിരുന്നു. വാക്കുകൾക്കുള്ളിലെ തമാശ മനസ്സിലായില്ലേ? രാജാവ് ഇഷ്ടമാകാത്ത രീതിയിൽ ചോദിച്ചു. എല്ലാവരും ഉടനെ ചിരിച്ചു. ഇനി നിയമജ്ഞർ വിധി പറയട്ടെ, രാജാവ് പറഞ്ഞു. അന്ന് തന്നെ ഏതാണ്ട് 20ാമത്തെ തവണ. നിർത്ത്, രാജ്ഞി ഇടപെട്ടു. ആദ്യം ശിക്ഷ, എന്നിട്ടാകാം വിധി. വെറും വിഡ്ഢിത്തം, ആലീസ് ഉറക്കെ പറഞ്ഞു. ആദ്യം ശിക്ഷയാണ് പോലും. ആലീസ്, നാവടക്ക്, രാജ്ഞി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ചുവന്നു തൊടുത്തു. ഇല്ല, ആലീസും വിട്ടുകൊടുത്തില്ല. അവളുടെ തലവെട്ട്, രാജ്ഞി കഴിയുന്നത്ര ഉച്ചത്തിൽ പറഞ്ഞു. പക്ഷേ ആരും അനങ്ങിയില്ല. നിന്നെ ആരനുസരിക്കാൻ, ആലീസ് പറഞ്ഞു. ആലീസ് അവളുടെ ശരിയായ രൂപത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. നിങ്ങളൊക്കെ വെറും ചീട്ടുകൂട്ടങ്ങളാ, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ എല്ലാ ചീട്ടുകളും വായുവിലേക്ക് പറന്നുയർന്ന് അവളുടെ ശരീരത്തിൽ വന്ന് വീണു. അല്പം ഭയത്തോടെയും അല്പം ദേഷ്യത്തോടെയും ആലീസ് ചെറുതായൊന്ന് അലറി. അവൾ അവരെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആലീസിന് മനസ്സിലായത്, ചേച്ചിയുടെ മടിയിൽ തല ചായ്ച്ച് താൻ കിടക്കുകയാണ്. ആലീസിൻ്റെ മുഖത്തേക്ക് വന്നു വീണ ചില കരിയിലകളെ പതുക്കെ തട്ടിമാറ്റുകയായിരുന്നു അവളുടെ ചേച്ചി. ആലീസേ, എഴുന്നേൽക്ക്, ചേച്ചി പറഞ്ഞു. എന്തൊരു ഉറക്കമാ നീ ഉറങ്ങിയത്? ഹോ, ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു, ആലീസ് പറഞ്ഞു. നമ്മൾ ഇതുവരെ വായിച്ച അവളുടെ സാഹസിക യാത്രയിലെ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ അവൾ ചേച്ചിയോട് പറഞ്ഞു. പറഞ്ഞു തീർന്നപ്പോൾ ചേച്ചി അവളെ ഉമ്മ വെച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു വിചിത്ര സ്വപ്നം തന്നെ. വരൂ, സമയം വൈകി, ചായ കുടിക്കണ്ടേ? അങ്ങനെ ആലീസ് എഴുന്നേറ്റ് അവിടെ നിന്നും ഓടിപ്പോയി. ഓട്ടത്തിനിടയിൽ അവളുടെ മനസ്സ് നിറയെ അതിശയകരമായ ആ സ്വപ്നമായിരുന്നു. ആലീസ് പോയി കഴിഞ്ഞിട്ടും അവളുടെ ചേച്ചി അവിടെ തന്നെ ഇരുന്നു. ഒരു കൈയിൽ തല ചായ്ച്ചു വെച്ച് അനങ്ങാതെ അസ്തമയ സൂര്യനെയും നോക്കി. തൻ്റെ കുഞ്ഞനുജത്തി ആലീസിനെയും സ്വപ്നത്തിലെ അവളുടെ സാഹസങ്ങളെയും കുറിച്ച് ഓർത്തിരുന്നപ്പോൾ ആലീസിൻ്റെ ചേച്ചിയും ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ആദ്യമായി സ്വപ്നത്തിൽ വന്നത് ആലീസ് തന്നെയായിരുന്നു. അവളുടെ കൊച്ചു കൈകൾ കൊണ്ട് തൻ്റെ കാൽമുട്ടിൽ പിടിച്ചിരുന്ന് തിളക്കമുള്ള ആ കണ്ണുകളാൽ തന്നെ ജിജ്ഞാസയോടെ നോക്കിയിരിക്കുന്ന ആലീസിനെ അവൾ കണ്ടു. ആലീസിൻ്റെ കൊച്ചു കൊച്ചു ശബ്ദങ്ങളും ആ തലയാട്ടലും തൻ്റെ കൺകളിലേക്ക് പറന്നു വരുന്ന മുടിയിഴകളെ ഒതുക്കി മാറ്റുന്നതും ആലീസിൻ്റെ ചേച്ചി കണ്ടു. അങ്ങനെ അവൾ ഇരിക്കുമ്പോൾ അവളുടെ സ്വപ്ന ലോകത്തിൻ്റെ ചുറ്റുപാടുകളിൽ ഓടി നടക്കുന്ന ഒട്ടേറെ വിചിത്ര ജീവികളെയും കണ്ടുമുട്ടി. വെളുത്ത മുയൽ ഓടുന്നതും കാലിനരികിലൂടെ പുല്ലുകൾ അനങ്ങുന്ന ശബ്ദവും കേട്ടു. കണ്ണീർ തടാകത്തിൽ കൈകാലിട്ടടിച്ച് നീന്തുന്ന പേടിച്ചരണ്ട എലിക്കുട്ടനെ കണ്ടു. ഒരിക്കലും അവസാനിക്കാത്ത ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന മാർച്ച് മുയലിൻ്റെയും കൂട്ടുകാരുടെയും ചായക്കോപ്പകളുടെ ശബ്ദവും കേട്ടു. നിർഭാഗ്യവാന്മാരായ കൂട്ടാളികളെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന രാജ്ഞിയുടെ മൂർച്ചയേറിയ ആജ്ഞകൾ കേട്ടു. പ്രഭയുടെ മടിയിൽ കിടന്ന് ചുമയ്ക്കുന്ന പന്നിക്കുട്ടിയെ കണ്ടു. ചുറ്റിലും വീണ് തകരുന്ന പാത്രങ്ങൾ കണ്ടു. ഗ്രിഫോണിൻ്റെ അലർച്ച കേട്ടു. കൊച്ചു ബില്ലിൻ്റെ ശബ്ദമുണ്ടാക്കുന്ന പെൻസിൽ കണ്ടു. ഗിന്നിപ്പന്നികളെ അമർച്ച ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു.
ദുഃഖിതനായ കോമാളി കടലാമയുടെ തേങ്ങലുകളാൽ നിർഭരമായ അന്തരീക്ഷം കണ്ടു. എല്ലാ ശബ്ദങ്ങളും എല്ലാ കാഴ്ചകളും ആലീസ് അറിയുന്നത് അവൾ കണ്ടു. കണ്ണുകളടച്ച് അവളിരുന്നു. അത്ഭുത ലോകത്തിലാണ് താനുമെന്ന വിശ്വാസത്തോടെ. അവൾക്ക് അറിയാമായിരുന്നു കണ്ണു തുറന്നാൽ സ്വപ്നം മാഞ്ഞു പോകുമെന്ന്. പുല്ല് ശബ്ദമുണ്ടാക്കുന്നത് കാറ്റിലായിരിക്കും. തടാകജലത്തിലെ ശബ്ദം അവയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മുളകൾ ആടുന്നുകൊണ്ടുണ്ടാകും. ചായക്കപ്പുകളുടെ ശബ്ദം ആട്ടിൻപറ്റങ്ങളുടെ കഴുത്തിൽ കെട്ടിയ മണി മുഴങ്ങുന്ന ശബ്ദമായി മാറും. രാജ്ഞിയുടെ ശബ്ദം ആട്ടിടയൻ്റെ ശബ്ദമാകും. പന്നിക്കുട്ടിയുടെ തുമ്മലും ഗ്രിഫോണിൻ്റെ ഒച്ചയും മറ്റ് വിചിത്ര ശബ്ദങ്ങളും കൃഷിയിടത്തിൽ നിന്നുയരുന്ന പണിശബ്ദങ്ങളായി മാറുമെന്നും അവൾക്ക് അറിയാമായിരുന്നു. കന്നുകാലികൾ അകലെ നിന്ന് കരയുന്നതായിരിക്കും കോമാളി കടലാമയുടെ തേങ്ങലായി മാറുന്നത്. ഒടുവിൽ തൻ്റെ കുഞ്ഞനുജത്തി ആലീസ് വർഷങ്ങൾക്ക് ശേഷം മുതിർന്നൊരു സ്ത്രീയായി മാറുന്നത് ആലീസിൻ്റെ ചേച്ചി ഭാവനയിൽ കണ്ടു. അന്ന് നിഷ്കളങ്കമായ അവളുടെ കുട്ടിക്കാലത്തിൻ്റെ സ്നേഹം എങ്ങനെ നിലനിർത്തുമെന്ന് ആലോചിച്ചു. അന്ന് കൊച്ചുകുട്ടികളെ അരികിൽ വിളിച്ചിരുത്തി അവരോട് വിചിത്രമായ ധാരാളം കഥകൾ പറഞ്ഞ് കൊടുക്കുമായിരിക്കും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അവൾ കണ്ട സ്വപ്നത്തിലെ അത്ഭുത ലോകത്തിലെ കഥകൾ പറയുമായിരിക്കും. ആ കഥ കേട്ട് കുട്ടികൾക്ക് കണ്ണുകളിൽ തിളക്കവും ദുഃഖങ്ങളിൽ ആശ്വാസവും സന്തോഷവും തോന്നുമായിരിക്കും. അത്ഭുത കഥകൾ അതിശയം തന്നെയാണ്. മായാ കാഴ്ചകൾ മനസ്സിന് പകരുന്ന ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. ആലീസിൻ്റെ ചേച്ചി മനസ്സിലോർത്തു. ഈ സമയമെല്ലാം ആലീസ് തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആലീസിൻ്റെ ചേച്ചി മനസ്സിലെഴുതിയ ചിത്രങ്ങൾ പോലെ മികവുറ്റ അത്ഭുത ചിത്രങ്ങളിലായിരുന്നു ആലീസ് അപ്പോൾ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ ലൂയിസ് കാരലിൻ്റെ അത്ഭുത ലോകത്തിലെ ആലീസ് എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഈ നോവൽ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.